താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീയാ. എന്തോ ഒരു തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആരവിടെ? അതാരാ? എന്താ അവിടെ പരിപാടി? എന്തെങ്കിലും ആവട്ടെ. ഉറക്കം വരുന്നു. യാറത് വെള്ളം കുടിക്കും. എന്താ ചേച്ചി, താഴെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ? അത് മതില് പണിക്കാര് വന്നതാ, അതിന്റെ പണി നടക്കുന്നുണ്ട്. ഓ അത് ശരി. അതല്ല, എന്നെ 2 ദിവസമായിട്ട് താഴേക്ക് എന്താ കൊണ്ടുപോകത്ത്? സാധാരണ ഇവിടെ കെട്ടാറില്ലാത്തതാണല്ലോ, പിന്നെന്തെറ്റി? അതൊക്കെ ഉണ്ട്. എനിക്ക് മാറിക്കിടന്ന് ശീലിക്കാൻ വേണ്ടിട്ടാ. മാറിക്കിടന്ന് ശീലിക്കാനോ? അതെന്തിനാ? എന്താ ചേച്ചിയുടെ മുഖത്തൊരു വിഷമം? എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ താഴേക്ക് പോട്ടെ, എനിക്ക് ക്ലാസ് ഉണ്ട്. നീ കരയുന്നോ? ഈ ചേച്ചിക്ക് ഇതെന്ത് പറ്റി? ആരൊന്നും പറയുന്നില്ലല്ലോ. ഈ മതിലൊക്കെ കെട്ടിട്ട് എന്തിനാണാവോ? അതെ ചേച്ചി, എവിടെയായിരുന്നു? ഇന്ന് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു നിക്കി. അതെന്നും ഉള്ളതല്ലേ, പിന്നെന്താ? ഒന്നുമില്ല, മിസ് നിക്കി. മിസ്സെന്നോ? മിസ്സേ ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ, പിന്നെന്താ? അപ്പൊ ആരൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. എന്താ കാര്യം? 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ അല്ലേ, ഞാൻ ഒന്നും അറിഞ്ഞില്ല. നിങ്ങളിങ്ങനെ ആരൊന്നും മിണ്ടായിരുന്നേ എങ്ങനെ? ദേവ ചേച്ചി വന്ന് കരഞ്ഞിട്ട് പോയി. എന്തായാലും പറ എന്നോടുകൂടി. അമ്മ വന്നല്ലോ. എല്ലാരും എന്തോ ഭയങ്കര ബിസിയിലാണല്ലോ. ഇല്ല, പറഞ്ഞിട്ടില്ല, പറയണം. ഓക്കെ, എന്നാ ശരി, വന്നിട്ട് കാണാം. ആരാ അമ്മ വിളിച്ചത്? വന്നിട്ട് കാണാന്നൊക്കെ പറഞ്ഞല്ലോ. അത് നിങ്ങളുടെ പപ്പയാ. പപ്പ എവിടെ പോയതാ? ഇന്ന് കണ്ടതേ ഇല്ല. വിസയുടെ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടി പോയതാ, വൈകിട്ട് വരും. വിസയോ? എന്ത് വിസ? എങ്ങോട്ടുള്ള വിസ? നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, പപ്പയ്ക്ക് ഗൾഫിൽ നല്ലൊരു ജോബ് റെഡിയായ കാര്യം പണ്ട് പറഞ്ഞായിരുന്നില്ലേ? ഓർമ്മയുണ്ട്, അന്നൊരു ദിവസം ഇന്റർവ്യൂവിനൊക്കെ പോയത് അല്ലേ? അതെ, ആ ജോലി ശരിയായി. അയ്യോ, അപ്പൊ പപ്പ ഗൾഫിൽ പോവാണോ? അതെ, പക്ഷെ പപ്പ മാത്രമല്ല. പിന്നെ പിന്നെ ആരാ കൂടെ പോകുന്നേ? ഫാമിലി വിസ റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും കൂടെ പോവാം. ആണോ? അയ്യാ, അത് പൊളിക്കും. ഗൾഫിലൊന്ന് പോകണമെന്ന് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനെന്താ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന എങ്ങനെ? പെറ്റ്സ് ഡോഗിന് വിസ കിട്ടാൻ ഗൾഫിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിനു വേണ്ടിയിട്ടാ പപ്പ ഇന്ന് പോയത്. പക്ഷേ എന്ത് പക്ഷേ? പപ്പല്ല ആള് വിസയൊക്കെ ഈസി ആയിട്ട് റെഡിയാക്കും അല്ലേ? നിക്കി, നീ വിഷമിക്കരുത്. നിനക്ക് നിന്റെ വിസ ശരിയാക്കാൻ പറ്റില്ല. പറ്റില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, 2 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വരും. അതുവരെ നിന്നെ നോക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾ ഇന്ന് വരും നിന്നെ കൊണ്ടുപോവാൻ. എന്നെ കൊണ്ടുപോകാനോ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അയാളോട് വരണ്ടെന്ന് പറഞ്ഞേക്ക്. ഈ വീട് നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. അല്ലാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ. ഇല്ല, എന്നെ നിങ്ങൾ ആർക്കും കൊടുക്കരുത്. ജനിച്ച് 40 ദിവസം തൊട്ട് നിങ്ങളുടെ കൂടെ ജീവിച്ച ആളല്ല ഞാൻ. എന്റെ അമ്മയും ചേച്ചിയും എല്ലാമാണ് നിങ്ങള്. എന്നെ അയാൾക്ക് കൊടുത്ത് ഗൾഫിൽ പോവാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ പോവില്ല. നിക്കി, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നീ സാഹചര്യം മനസ്സിലാക്കണം. ഒരു 2 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് പറ്റില്ല അമ്മ. 2 വർഷം പോയിട്ട് 2 ദിവസം നിങ്ങളെ വിട്ട് നിൽക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഏതെങ്കിലും ബാഗിൽ ഞാൻ ഒളിച്ചിരുന്നോളാം, ഒരു ശബ്ദം ഉണ്ടാക്കാതെ. അത് പറ്റില്ല നിക്കി. എയർപോർട്ടിൽ സ്കാൻ ചെയ്യുമ്പോ അവര് കണ്ടുപിടിക്കും. എന്നാ വേറെ എന്തെങ്കിലും വഴി നോക്ക്. ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വരും. നിക്കി, നീ കാര്യങ്ങൾ മനസ്സിലാക്കണം. വൈകിട്ട് അയാൾ വരും. നീ പോവാൻ റെഡി ആയിട്ടുണ്ട്. അയ്യോ കൊല്ലമ്മ, ചേച്ചി പോലെ എന്നാ അവരുടെ കൂടെ വിടല്ലേ, പ്ലീസ് പ്ലീസ് വിടല്ലേ, പ്ലീസ് പോയല്ലേ. നിക്കി, നീ റെഡിയാണോ? നിന്നെ കൊണ്ടുപോകാൻ ആള് വന്നു. ഞാൻ റെഡിയാണ് ചേച്ചി, പോവാം. എനിക്ക് വിഷമിക്കണ്ട, ഞങ്ങൾ പോയിട്ട് വന്നിട്ട് കാണാലോ. അമ്മയും പപ്പയൊക്കെ എവിടെ? അവരൊന്ന് വിളിക്കുവോ? ഇനി 2 വർഷം കഴിഞ്ഞല്ലേ എനിക്ക് അവരെ കാണാൻ പറ്റും. അമ്മ താഴെ ഉണ്ട്, പക്ഷെ പപ്പ എത്തിയിട്ടില്ല. ഞങ്ങൾ പോണതിന് മുന്നേ ഒരു വർഷം നിന്നെ വന്ന് കാണുന്നുണ്ട്. ഓക്കെ, എന്നാ അങ്ങനെ ആവട്ടെ. എന്നാ താഴേക്ക് പോവല്ലേ? യെസ്,
ഇതെന്റെ ഇവിടുത്തെ ലാസ്റ്റ് ദിവസമാണെന്ന് അറിയാമെങ്കിൽ ഒന്നുകൂടെയൊക്കെ നളിച്ചു പൊളിക്കായിരുന്നു. എന്തായാലും ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എന്നെ ഓർക്കണം കേട്ടോ, മറക്കരുത്. ആ നിക്കിമോളെ, നീ പോവാണല്ലേ? അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കല്ല കേട്ടോ. ഏയ് എന്ത് വഴക്ക്? നിങ്ങളോടൊക്കെ വഴക്കുണ്ടാക്കുന്ന പോലെ വേറെ എവിടെയെങ്കിലും എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? നിക്ക് ഭയങ്കര വിഷമത്തിലാണ് തോന്നുന്നമ്മ. ആണോ? നിക്ക് നോക്കിക്കേ, നിന്നെ കൊണ്ടുപോകാൻ വന്ന ആളെ കണ്ടോ? ഇതാ ഈ കാല് ഹാപ്പി ബർത്ത്ഡേ നിക്കി. ബർത്ത്ഡേയോ? ഹാപ്പി ബർത്ത്ഡേ നിക്കി. ഓ മൈ ഗോഡ്, ഹാപ്പി ബർത്ത്ഡേ നിക്കി. ഹാപ്പി ബർത്ത്ഡേ. എന്റെ അമ്മേ, എന്റെ ബർത്ത്ഡേ ആണ്. ഓ ഈ നാശങ്ങളെ പേടിപ്പിച്ചു. കള്ളപ്പരിശാല, ഇത് നിങ്ങൾ നാടകമായിരുന്നല്ലേ? എന്റെ നല്ല ജീവനങ്ങ് പോയി. എങ്ങനെയുണ്ടായിരുന്നു നിക്കി ഞങ്ങളുടെ അഭിനയം? നിങ്ങളുടെ അഭിനയം ഞാൻ പേടിച്ച് കരഞ്ഞ് ചാവാറായി. അപ്പൊ എല്ലാം ഹാപ്പി ഓണല്ലേ? കഴിഞ്ഞിട്ടില്ല, ഇനി നിക്കിക്ക് ഒരു ബിഗ് സർപ്രൈസും കൂടി ഉണ്ട്. ഇനി സർപ്രൈസോ? എനിക്ക് വയ്യ. അത് കാണാൻ നിക്ക് റെഡിയാണോ? ആണോന്നും എപ്പോഴും റെഡിയാ. സത്യത്തിൽ എന്റെ ബർത്ത്ഡേ ഇന്നാണെന്ന് ഞാൻ മറന്നേ പോയായിരുന്നു. എന്നാ എനിക്ക് കണ്ണടച്ച് നിക്ക്. അത് വേണ്ട, ഞാൻ കണ്ണ് പൊത്താം, അതാ നല്ലത്. കണ്ണു പൊത്തം പറഞ്ഞിട്ട് കുത്തിപ്പൊട്ടിക്കല്ലേ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നെന്നെ? നിക്കിക്കായി ഞങ്ങളുടെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. നിക്കിക്ക് ഒരു വീട്. ഓ മൈ ഗോഡ്, സൂപ്പർ സൂപ്പർ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ലിവിംഗ് റൂം, അത് ബെഡ്റൂം. അപ്പൊ ബാത്റൂമും കിച്ചണും? അത് തൽക്കാലം മിറ്റത്താക്കാം. എന്നാ ഐശ്വര്യമായിട്ട് കേറിയാട്ടെ വീട്ടിലോട്ട്. ഓക്കെ ഭൃത്യ, എന്നെ വീട്ടിലിട്ട് ആനയിച്ചാലും ഞാനൊന്ന് കേറി നോക്കട്ടെ. സെറ്റ് സെറ്റ്, അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടായി. അപ്പൊ ഇന്ന് കേക്ക് കട്ടിങ് അല്ലേ? അതെ, പക്ഷെ കുറച്ചു പേരും കൂടെ വരാനുണ്ട്, എന്നിട്ട് കട്ട് ചെയ്യാം. ഓക്കേ, അപ്പൊ നൈറ്റ് പാർട്ടി നമുക്ക് അടിച്ചു പൊളിക്കല്ലേ എനിക്ക്? യെസ് ഓഫ് കോഴ്സ്. എന്നാൽ ഞാൻ of course. Gonna press on that body, gonna let my body loose. Suddenly at 40, let's party on my mind. നിക്കി. പുതിയ വീട്ടിൽ ആദ്യത്തെ ഉറക്കം. ഗുഡ് നൈറ്റ് നിക്കി. ഗുഡ് നൈറ്റ് ഓൾ. Sweet dreams. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പോകുന്നത്. പേടിച്ച് ചത്തില്ലെങ്കിൽ സ്വീറ്റ് ഡ്രീംസ്. അങ്ങനെ ഡിസംബറിലെ ഒരു രാത്രിയിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായി. ഇനിയിപ്പോ ക്രിസ്മസ് വരാൻ പോവാണ്, അത് കഴിഞ്ഞ് പുതുവർഷവും. യേശുദേവ, അടുത്ത വർഷത്തിലും ഇതുപോലെ സന്തോഷമായിട്ടങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരണേ.